ഞാനിപ്പോൾ എറണാകുളത്ത് മഴയൊക്കെ നിറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. നല്ല മഴയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എറണാകുളത്ത് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു മാളിൻ്റെ മുന്നിലാണ്. ഞാൻ വന്നതെത്തി ഇരുട്ടിപ്പോയി. ഏകദേശം ഇപ്പോൾ ഒരു 7:30 മണി കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ നല്ല മഴയാണ്. ഈ മഴ സമയത്താണ് ഞാൻ ഈ മാൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് മാളിൻ്റെ ഏറ്റവും മുൻവശം എന്ന് പറയുന്നത്. ഒരുപാട് വണ്ടികൾ ഇവിടെ ഇങ്ങനെ കിടക്കുവാണ് ഈ മാളിൻ്റെ അകത്തോട്ട് കയറുവാനായിട്ട്. അപ്പം നമ്മുടെ മുന്നിൽ ഇങ്ങനെ കാണുന്നതാണ് ഈ ഫോറം മാൾ എന്ന് പറഞ്ഞ സാധനം കേട്ടോ. ഈ കൊച്ചിയിൽ ഈ എറണാകുളത്ത് ലേറ്റസ്റ്റ് ആയിട്ട് ഓപ്പണായ ഒരു വലിയ മാളാണ് ഇത്. ലുലു മാളിനെ കാട്ടി എന്തോ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോകളൊക്കെ കണ്ടായിരുന്നു. അതിനെ കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഈ ഫോറം മാൾ എന്താണ് എന്നുള്ള കാണാൻ വേണ്ടി. ഇതിനകത്ത് കയറി ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ ഈ ഒരു വീഡിയോ കൂടി എറണാകുളത്ത് വന്നതിനെ കൊണ്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും കിടിലം തിരക്കാണ്, അതേപോലെ നല്ല മഴയും, ഒരു രക്ഷയില്ല. ഒരുപാട് ആൾക്കാരിങ്ങനെ അന്തം വിട്ട് നടക്കുവാണ് കേട്ടോ. എങ്ങനെ റോഡിൽ കൂടെ പോകുമെന്നറിയാൻ പോയത്. ഇങ്ങോട്ട് സത്യം പറഞ്ഞാൽ ഈ മാളിലേക്ക് കറക്റ്റായിട്ട് കടന്നു വരാൻ വേറെ വഴിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഓടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുവഴി ഇങ്ങനെ നടന്ന് ഇതിനകത്തോട്ട് കയറാനായിട്ട് പോവാണ്. എന്താ തിരക്കെന്നറിയോ, ഒടുക്കത്തെ തിരക്കാട്ടോ. അപ്പോൾ ഇതാണ് മാളിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഇതിനകത്തോട്ടൊന്ന് കയറാം. ഈ കോരിച്ചൊരിയുന്ന മഴയത്താണ് ഞാൻ ഫോറൻ മാളിൻ്റെ വിശേഷങ്ങൾ എടുക്കാനായിട്ട് പോകുന്നത്. ഈ മാളിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു വലിയ കനാൽ ഇങ്ങനെ ഒഴുകുന്നു. ഒരു ചെറിയ തോണിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇന്നത്തെ രാത്രിയിലെ വീഡിയോ പൊളിക്കും. ഞാനിവിടെ എത്തിയപ്പോൾ ഒരുപാട് താമസിച്ചു പോയി. അതിനെക്കൊണ്ടാണ് ഇങ്ങനെ പറ്റിയത്. ഞായറാഴ്ച അതിനെക്കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടുത്തെ തിരക്കൊക്കെ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് കയറാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയാൻ വയ്യ. എന്തായാലും കിടിലം തിരക്കുണ്ട്. ഇവിടെ ഭയങ്കര കച്ചവടം നടക്കുന്ന ടൈമാണെന്നാണ് തോന്നുന്നത്. വണ്ടികളൊക്കെ പോകുന്നില്ലേ, നടന്നു പോകാനും സ്ഥലമില്ല. അത് വല്ലാത്തൊരു സ്ഥലത്താട്ടോ ഈ മാളിരിക്കുന്നത്. എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല. ആൾക്കാർക്ക് നടന്നു പോകാനുള്ള വഴിയൊന്നുമില്ല. ഇതിനകത്ത് എങ്ങനെയാണ് ആൾക്കാർ കയറുക? അത് ഒടുക്കത്തെ തിരക്ക്. രണ്ട് സൈഡിൽ കൂടെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുക. എന്തായാലും മഴയും നനഞ്ഞുകൊണ്ട് ഞാൻ ഇതിനകത്തോട്ട് കയറുവാണ്. എന്താണെന്നോ ഏതാണെന്നോ അറിയാൻ വയ്യ. വണ്ടികളാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ വന്നിറങ്ങുന്നു. ഞാനിപ്പോൾ ഈ മാളിൻ്റെ ഏറ്റവും മുൻവശത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. മഴയത്ത് പോകാൻ പറ്റാതെ പെട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് ഈ ഫ്രണ്ടിൽ കാണാം. ഞാനിപ്പോൾ ഈ ഫോറം മാളിൻ്റെ ഏറ്റവും ഫ്രണ്ടിലേക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ ക്യാമറയും കൊണ്ട് ഇതിനകത്ത് കയറാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് യാതൊരു ഐഡിയ ഇല്ല. ഈ മാളിൻ്റെ ഉള്ളിലോട്ട് വന്നപ്പോൾ ഇവിടെ എന്തോ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുള്ളൊരു ജനക്കൂട്ടം തന്നെയാണ് കേട്ടോ. എന്താണ് ഫോറം മാളിൻ്റെ പ്രത്യേകത എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. എന്തായാലും ഒരുപാട് ആൾക്കാരിങ്ങനെ പരിപാടിക്ക് വേണ്ടി നിൽക്കുവാണ്. ഞായറാഴ്ച ആനെ കൊണ്ടാണ് ഇത്രയും തിരക്ക്. കുറേ ക്യാമറയും കാര്യങ്ങളൊക്കെ നിരന്നിരിക്കുവാണേ. എന്തായാലും മാളിൻ്റെ ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളെ ലുലു മാളിനെ കാട്ടി വലിയ മാളാണെന്ന് തോന്നുന്നില്ല കണ്ടിട്ട്. ട്രിവാൻഡ്രത്തെ ലുലു മാളാണ് ഞാൻ കറക്റ്റ് പോയിട്ടുള്ളത്. പക്ഷെ അതിനെക്കാട്ടി വലിയ മാളാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല നീളത്തിനാണ് ഈ മാള് കിടക്കുന്നത്. എന്തായാലും എറണാകുളം ടൗണുകാർക്ക് ഇപ്പോൾ ഇതുപോലുള്ള മാളുകളൊരു കളിയാട്ടോ. ലുലു മാള്, അത് കഴിഞ്ഞാൽ ഈ ഒരു മാള് വന്ന് ഇനി കാരണം നെസ്റ്റോ വരാൻ ചാൻസ് ഉണ്ട്. അത് വലിയൊരു ഹൈപ്പർ മാർക്കറ്റായിട്ടായിരിക്കും വരാൻ പോകുന്നത്. എങ്ങോട്ട് പോകണമെന്ന് യാതൊരു ഐഡിയ ഇല്ലാതെ ഞാൻ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കയറി വന്ന ആ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് ഞാനിപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലൈഫ് സ്റ്റൈല്, ഷോപ്പേ സ്റ്റോപ്പ്, 2 ഫ്ലോറിലായിട്ട് അവർക്ക് ഷോപ്പുണ്ട് കേട്ടോ. ഫസ്റ്റ് സെക്കൻഡ്.
ഇതിൻ്റെ താഴത്തെ നിലയിലാണ് ഹൈപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകത്തോട്ട് കയറുന്നില്ല. എന്തായാലും ജസ്റ്റ് അവിടം വരെ ഒന്ന് ഫ്രണ്ട് ഒന്ന് കണ്ടിട്ട് പോകുമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ലുലു മാളിന് അത്രയും വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ താഴോട്ട് പോകുന്നത്. അവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. പക്ഷേ ഈ ഫോറം മാളിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ലുലു ഡെയിലി ഫ്രഷ് മാർക്കറ്റാണ് കേട്ടോ. അവർ ഫ്രഷ് മാർക്കറ്റും ഗ്രോസറിയാണ് ഇതിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അകത്തോട്ട് കയറുന്നില്ല, ജസ്റ്റ് ഇവിടെ ഒന്ന് കറങ്ങാം. ലുലുവിൻ്റെയും കൂടെ ആയതിനെ കൊണ്ട് എന്തായാലും അകത്തോട്ട് ഒരു പെർമിഷൻ തരത്തില്ല. വലിയൊരു ഫ്രഷ് മാർക്കറ്റും ഗ്രോസറിയും കൂടെ ചേർന്നിട്ടുള്ള സംഭവമാണ്. സംഭവം എന്തായാലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ പാർക്കിങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സൈഡിലായിട്ട് ഫുഡ് കോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഗ്രോസറി ഫ്രഷ് മാർക്കറ്റിൻ്റെ മുന്നിൽ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ CCTVയുടെ കുറേ സംഭവങ്ങൾ കാണാം കേട്ടോ. അവരെ CCTV റൂമാണ് കാണുന്നത്, സെക്യൂരിറ്റി റൂം. എനിക്കറിയാം എന്നെ ഇപ്പം തന്നെ പൊക്കും, അതിനുമ്പോൾ ഇവിടെ സ്ഥലം വിടണം. അപ്പോൾ ഇതാണ് പാർക്കിങ്. ആൻഡ് ബേസ്മെൻറ്റിൽ തന്നെയാണ് ഇതെല്ലാം ഉള്ളത്. പിന്നെ വേറെയൊക്കെ കാണും പാർക്കിംഗ് ഏരിയ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും മുകളിലോട്ട് കയറുവാണ്. എല്ലാം ഞാൻ ഓടിച്ചിട്ട് പോവാണ്. അപ്പോൾ ബേസ്മെൻ്റ് ആയിട്ടുള്ള ഈ ഒരു നിലയിൽ കുറേ ലാപ്ടോപ്പ് കമ്പനികളും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് കാണുന്നത്. അവരുടെ ഒക്കെ ഔട്ട്ലെറ്റുകൾ നമുക്ക് ഈ ഒരു സൈഡിൽ കാണാം. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോകണേ. മൂന്നാമത്തെ നിലയിലോട്ട് പോവാണ്. മൂന്നാമത്തെ നില എന്തൊക്കെ സെറ്റപ്പാണ് ഉള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യാം. ഇവിടെ മൊത്തത്തിൽ ഒരുപാട് കമ്പനികളുടെ ഔട്ട്ലെറ്റുകളുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ഭ്രാന്ത് പിടിച്ചാണ് കാര്യം കേട്ടോ. അത്രയ്ക്ക് കളക്ഷൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അകത്തോട്ടൊന്നും കയറുന്നില്ല, ജസ്റ്റ് ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞങ്ങ് പോവാണ്. അലൻ സോളി അതുപോലുള്ള കുറേ ഉണ്ട് കേട്ടോ. എടുക്കാൻ തന്നു കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് തീരത്തില്ല, അത്രയ്ക്ക് ഏരി കിടക്കുവാണ്. സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കാണ് താഴെ കാണുന്നത് കേട്ടോ. അവിടെ ഇപ്പോൾ മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പണിയാവും, മൊത്തം കോപ്പിറൈറ്റ് വിഷയം വരും. അതിനെ കൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ വലുതായിട്ട് അടുക്കാത്തത്. ഈ പ്രോഗ്രാം കാണാൻ വേണ്ടി ഇത്രയും ആൾക്കാർ അവിടെ കസേര കിട്ടിയിരിക്കാനുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാ ഫ്ലോറിലും ആൾക്കാരിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ഈ സെൻട്രലായിട്ട് വന്നിട്ട് നമ്മൾ മുകളിലോട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ ഡിസൈനൊക്കെ വേറെ ലെവലാണ്.
ലിഫ്റ്റിലോട്ട് കയറുവാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് 4ാമത്തെ നിലയിലാണ്. ഫുഡ് കോർട്ടിൻ്റെ ലാസ്റ്റ് ഏരിയയിലോട്ടാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത്. ഇവിടെ വരുമ്പോൾ ഇവിടെ വന്ന് അടിപൊളിയായിട്ടുള്ള കുറേ സംഭവങ്ങളാണ് കേട്ടോ. ഈ മാള് ഏത് സൈഡിൽ നോക്കിയാലും ഒരു പ്രത്യേക ഭംഗിയുണ്ട് എന്നുള്ളതാണ്. ഒരു സാധാ നമ്മളിപ്പോൾ ലുലു മാളിലൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ടൈം കഴിയുമ്പോൾ നമുക്ക് എന്തോ പോലെ തോന്നും. സംഭവം എന്തായാലും ഇവിടെ നോക്കിയാൽ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഒരു ദുബായ് മാൾ സ്റ്റൈൽ പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ദുബായ് മാൾ വേറെ ലെവല്. ഏത് സൈഡിൽ നോക്കുമ്പോഴും ഒരു പ്രത്യേക തരത്തിലുള്ള രീതിയിലായി മാള് നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. ഈ ഷാർജയിലും ദുബായിലൊക്കെ വരുന്ന മാളുകൾ സാധാ മാളുകൾ വെച്ച് നോക്കുമ്പോൾ ഇത് അതിനെക്കാട്ടി ഒരുപാട് മികച്ചതാണെന്ന് എനിക്ക് പറയേണ്ടി വരും. ഞാൻ അവിടെയൊക്കെ പോയിട്ടുള്ള സമയത്ത് എനിക്ക് അറിയാവുന്നതാണ്. ഗൾഫിലൊക്കെ വരുന്ന സാധാരണ വരുന്ന മാളുകളുടെ മറ്റൊരു നിലവാരമുണ്ട് ഇതിന്. അതിനെക്കാട്ടി കിടിലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത്രയും മനോഹരമായിട്ട് ചെയ്തിരിക്കുകയാണ്. എന്തായാലും വരുന്നവർക്ക് പെട്ടെന്ന് ബോറടിക്കത്തില്ല കേട്ടോ. ഈ മാളെന്ന് പറയുമ്പോഴേ ഒരുപാട് സ്പേസ് ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. ഒരുപാട് ഏരിയ ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. ലുലു മാളിനെക്കാട്ടി വലുതാണോ എന്നുള്ളതാണ് എൻ്റെ ഡൗട്ട്. PVR സിനിമാസ് ഇവിടെ ഓൺലി ഫോർ മൂവീസാണ് കേട്ടോ.
പരിപാടിയൊക്കെ കഴിഞ്ഞ് വെളിയിലിറങ്ങിയപ്പോഴും മഴ തകർത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു രക്ഷയില്ലാത്ത മഴ. ഇനി ഞാൻ ഇവിടെ നിന്ന് ഏതെങ്കിലും പ്രൈവറ്റ് ബസ് കിട്ടുമെന്നുണ്ടെങ്കിൽ അതിൽ കയറി എനിക്ക് എറണാകുളം സൗത്തിലെത്തണം.